എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഗ്രൂപ്പിൽ ഫാമിലി ട്രീ ഉണ്ടാക്കുന്നതിനെ പറ്റിയിട്ടുള്ള ചർച്ച വളരെ സജീവമാണെന്ന് മനസ്സിലായി. പലരും ഫാമിലി ട്രീ അവരവർക്ക് പറ്റുന്ന രീതിയിൽ വളരെ നന്നായിട്ട് തന്നെ ഇട്ടതായിട്ട് കണ്ടു. ഇത് വളരെ എളുപ്പമാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്, അതൊന്ന് പരിചയപ്പെടുത്താം എന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ ഫാമിലി മെമ്പേഴ്സിനും അവരവരുടെ ഡീറ്റെയിൽസ് വളരെ എളുപ്പം പെട്ടെന്ന് തന്നെ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. മാത്രമല്ല, എത്ര വലുതാണെങ്കിലും അത് നാവിഗേറ്റ് ചെയ്ത് എളുപ്പം ഒരു ഫാമിലിയുടെ ഹൈറാർക്കി കണ്ടെത്താനും പറ്റുന്നുണ്ട്. ഈ സോഫ്റ്റ്വെയർ ഞാൻ ഈയിടെ കണ്ടെത്തിയതാണ്, എനിക്ക് കൂടുതൽ പരിചയമൊന്നുമില്ല. എങ്കിലും ഞാൻ എക്സ്പ്ലോർ ചെയ്ത കാര്യങ്ങൾ ഒന്ന് പറഞ്ഞു തരികയും ചെയ്യാം. ഒറ്റ വാക്കിൽ എന്നെ പരിചയപ്പെടുത്താം. ഞാൻ ജയദേവൻ. അച്ഛൻ, അമ്മ, അമ്മമ്മ, ഇതൊക്കെ ഈ ഫാമിലി ട്രീയിൽ നിന്ന് തന്നെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. കൂടാതെ ഇവിടെ ബയോഗ്രാഫിയിൽ ചെറുതായിട്ട് എൻ്റെ പ്രൊഫൈല് കൊടുത്തിട്ടുണ്ട്. ഇത് എങ്ങനെയാണ് അപ്ഡേറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ വളരെ ബ്രീഫായി പറയുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരോടും റിക്വസ്റ്റ് ചെയ്യാനുള്ളത് എല്ലാ ഡേറ്റയും എല്ലാ കോളംസും ഒന്ന് ഫില്ല് ചെയ്യുക. അപ്പോൾ നമുക്ക് പരസ്പരം കാണുന്നതിന് മുമ്പ് തന്നെ നന്നായിട്ട് അറിയാൻ പറ്റും. ഇനി ഈ സോഫ്റ്റ്വെയറുമായിട്ട് ബന്ധപ്പെട്ട കാര്യം പറയാം. ആദ്യമായിട്ട് പറയാനുള്ളത്, ഇതൊരു ഫ്രീ സോഫ്റ്റ്വെയർ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി എനിക്ക് കൂടുതൽ ഇതിനെ പറ്റിയിട്ട് പരിചയമില്ല. എത്ര ആൾക്കാരെയും കൊളാബറേറ്റ് ചെയ്യാം, അതിന് പ്രത്യേകിച്ച് ലൈസൻസ് ഒന്നുമില്ല. ഫ്രീ ആയിട്ട് എത്ര ആൾക്കാർക്കും ഒന്നിച്ച് വർക്ക് ചെയ്യാം എന്നുള്ളത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ സോഫ്റ്റ്വെയർ familyecho.com ആണ്. ഇതിൽ ആരും പോകണമെന്നില്ല. ഞാൻ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തതിൻ്റെ ലിങ്ക് വാട്സാപ്പിൽ ഇടുന്നുണ്ട്. അത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഇമെയിൽ വെച്ചിട്ട് ലോഗിൻ ചെയ്ത് പുതിയ അഡീഷൻസോ അതല്ലെങ്കിൽ അപ്ഡേറ്റ്സോ ചെയ്യാവുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് സോഫ്റ്റ്വെയർ ആക്സസ് ചെയ്യേണ്ടതെന്ന് പറയാം. വാട്സാപ്പിൽ നമ്മുടെ ഗ്രൂപ്പിൽ ഞാൻ ഇങ്ങനൊരു QR കോഡ് ഇടുന്നുണ്ട്. ഒന്നുകിൽ ഈ QR കോഡ് സ്കാൻ ചെയ്യാം, അതല്ലെങ്കിൽ ഈ ലിങ്ക് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനൊരു പേജിലാണ് വരുന്നത്. ആദ്യം ഒരു വെൽക്കം മെസ്സേജ് ഉണ്ട്, അത് ക്ലോസ് ചെയ്യാം. അതുമാതിരി ഇവിടെ അഡ്വർടൈസ്മെന്റ് ഉണ്ട്, അതൊന്ന് ഹൈഡ് ചെയ്യാൻ വേണമെങ്കിൽ. പിന്നെ ഇത് ലാപ്ടോപ്പിൽ നിന്നാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. മൊബൈലിൽ കാണാൻ പറ്റും, പക്ഷെ എഡിറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. ആദ്യം തന്നെ ചെയ്യേണ്ടത്, നിങ്ങൾ സൈൻ ഇൻ ചെയ്യണം. ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ സൈൻ ഇൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആദ്യമായിട്ട് ഈ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നതുകൊണ്ട് ക്രിയേറ്റ് ന്യൂ ഫാമിലി അക്കൗണ്ട് എന്നാണ് കൊടുക്കേണ്ടത്. ഞാൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന വേറൊരു ഇമെയിൽ ID-യിലാണ്. ഇപ്പോൾ ഞാൻ പുതിയൊരു ആളായിട്ട് ലോഗിൻ ചെയ്യാൻ പോവാണ്. ക്രിയേറ്റ് അക്കൗണ്ട്. ഇത്ര മാത്രമേ ചെയ്യാനുള്ളൂ. ഇപ്പോൾ പുതിയൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു. ഇതിലുള്ള ഏത് കണ്ടന്റും ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ നിങ്ങളുടെ മാത്രം ഫാമിലിയുടെ ഡീറ്റെയിൽസ് ആഡ് ചെയ്യുക അല്ലെങ്കിൽ മാറ്റങ്ങൾ വരുത്തുക എന്നുള്ളതാണ്. ഇനി ഇത് എങ്ങനെയാണ് നാവിഗേറ്റ് ചെയ്യുന്നത് നോക്കാം. നമുക്ക് എവിടത്തേക്ക് വേണമെങ്കിലും ഇത് കൊണ്ടുവന്ന് വെച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പറ്റും. ഇപ്പോൾ എൻ്റെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പേഴ്സണലായിട്ടുള്ള ഡീറ്റെയിൽസ്, ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ കൊടുത്തിട്ടുണ്ട്. കോൺടാക്ട് ഡീറ്റെയിൽസും ഞാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബയോഗ്രാഫിയിൽ എൻ്റെ ബ്രീഫായിട്ടുള്ള ബയോഗ്രാഫി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം, മൗസിൻ്റെ സ്ക്രോള് ചെയ്ത് കഴിഞ്ഞാൽ അത് വലുതാക്കുകയും കുറക്കുകയൊക്കെ ചെയ്യാം. ഇതൊക്കെ ഒന്ന് പരിചയപ്പെടാൻ വേണ്ടിയിട്ട് ഒരു 1-2 മിനിറ്റേ എടുക്കുള്ളൂ. പിന്നെ നിങ്ങൾക്ക് സ്വയം ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ ഒരു ഇൻട്രസ്റ്റിംഗ് ഫീച്ചർ കണ്ടത്, നമ്മൾ എത്ര ഫാമിലി ആഡ് ചെയ്ത് കഴിഞ്ഞാലും ഇത് മൂവ് ചെയ്ത് ഇങ്ങനെ
സുഖമായിട്ട് എവിടെ വേണമെങ്കിലും പോയിന്റ് ചെയ്ത് നമുക്ക് ഡീറ്റെയിലേക്ക് പോകാമെന്നുള്ളതാണ്. അപ്പോൾ ഈ മൂന്നാമത്തെ ലെയറിൽ ഞാൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാകുമ്പോൾ കുറേയധികം ഇൻഫർമേഷൻ ഹൈഡ് ചെയ്തു. അപ്പോൾ വേണ്ടത് മാത്രം ഫോക്കസ് ചെയ്ത് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഏത് ലെയറിലാണോ ക്ലിക്ക് ചെയ്യുന്നത് അതിന് അനുബന്ധമായിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് കാണിക്കുന്നത്. ഏറ്റവും താഴെ പോയി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ വളരെ കുറച്ച് അതുമായിട്ട് ബന്ധപ്പെട്ട മാത്രമേ കാണിക്കുന്നുള്ളൂ. പിന്നെ ഫീമെയിൽസ് ഒക്കെ ഒരു കളറിൽ, മെയിലൊക്കെ വേറൊരു കളറിലാണ് കാണിക്കുന്നത്. അതൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നതെന്നും കൂടെ ഞാൻ ചെറുതായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ ഡോട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് കൂടുതലുണ്ടെന്നാണ്. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ആ ഡീറ്റെയിൽസ് പിന്നെ വരുന്നത്. ഇനി ആഡ് ചെയ്യുന്നതും ഡിലീറ്റ് ചെയ്യുന്നതൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഫാമിലിയുടെ തന്നെ ഒരു മാറ്റങ്ങൾ വരുത്തി നോക്കാം. അപ്പോൾ ഏത് മെമ്പറിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിലാണ് ഫോട്ടോ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഫോട്ടോ അപ്ലോഡ് ചെയ്യാം. അതുമാതിരി പേഴ്സണൽ ഡീറ്റെയിൽസ്, പാർട്ട്ണർ ഡീറ്റെയിൽസ്, കോൺടാക്ട് ഡീറ്റെയിൽസ്, ബയോഗ്രാഫി ഇതൊക്കെ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. അത് എഡിറ്റ് ചെയ്യുന്നത് ഇവിടെ വെച്ചിട്ടാണ്. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഗിവൺ നെയിം അമൃത ജയദേവ് എന്നിവിടെ കൊടുക്കുകയാണെങ്കിൽ അമൃത എന്ന് മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ ഈ ജയദേവ് എന്നുള്ളത് അടുത്ത ലൈനിൽ കൊടുക്കുക, സർനെയിം നൗ. അതൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ ഫീമെയില്, മെയിലാകുമ്പോൾ കളറ് മാറുന്നുണ്ട്. ഫീമെയിൽ ആകുമ്പോൾ ഒരു റെഡ് കളറാണ് വരുന്നത്. അതിൻ്റെ സെറ്റിങ്സ് കിടക്കുന്നത് ഇവിടെയാണ്. ഈ ഓപ്ഷൻസിൽ പോയി കഴിഞ്ഞാൽ മെയിലാണെങ്കിൽ ഈ കളറാണ്. അത് മാറ്റാം നമുക്ക് വേണമെങ്കിൽ. കുറച്ചും കൂടെ ഡാർക്ക് ബ്ലൂ ആക്കി എന്ന് വിചാരിക്കുക. വളരെ ഡാർക്കായി അപ്പോൾ എനിക്ക് തോന്നുന്നു അത്രയും ഡാർക്ക് വേണ്ട. റീസെറ്റ് ചെയ്തു. അപ്പോൾ ഡീഫോൾട്ട് കളർ തിരക്കടില്ല, അത് തന്നെ ഉപയോഗിക്കാം. അപ്പോൾ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മാത്രമാണ് ഞാനിപ്പോൾ പറയുന്നത്. ഒന്ന് ഡേറ്റ് ഓഫ് ബർത്ത് ആഡ് ചെയ്യാം. പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഈ ഓപ്ഷൻസ്, ഹൈഡ് ഓപ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മിനിമൈസ് ആയി. ഇത് വീണ്ടും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡീറ്റെയിലേക്ക് വരാം. പല ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ചിലപ്പോൾ സ്ക്രീൻ ഇങ്ങനെ ആയിരിക്കും കിടക്കുന്നത്. അപ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എഡിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തോന്നാം. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൈഡിൽ ബാറ് കൊളാപ്സ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ അതൊന്ന് കൊളാപ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ എക്സ്പാൻഡ് ചെയ്യുക, എന്നിട്ട് വേണം എഡിറ്റിങ് വരുത്താൻ വേണ്ടിയിട്ട്. ഏത് മെമ്പറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും അതിൻ്റെ താഴെയായിട്ട് ആഡ് ചെയ്യാവുന്ന അവരുടെ പാർട്ട്ണർ, ചൈൽഡ്, അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഒന്ന് ഡിലീറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഞാനിവിടെ ഡിലീറ്റ് ചെയ്യുമ്പോൾ ഡിലീറ്റ് ഓപ്ഷൻ ഇല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹസ്ബൻഡിനെ റിമൂവ് ചെയ്തിട്ട് വേണം ഇത് ഡിലീറ്റ് ചെയ്യാൻ. ഇത് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചേഞ്ച് ഓർ ഡിലീറ്റ്, ഇനി ചേഞ്ച് ഓർ ഡിലീറ്റ് അമൃത. ഓക്കെ, ഇങ്ങനെയാണ് ഡിലീറ്റ് ചെയ്യുന്നത്. ഇനി ആഡ് ചെയ്യുന്നത് കാണിക്കാം. ആഡ് ചെയ്യുന്നത് എന്നെ സെലക്ട് ചെയ്തു, ആഡ് ചൈൽഡ് ഇവിടെ വന്നു. എഡിറ്റ് കൊടുക്കാം, അമൃത ജയദേവ് കൊടുത്തു. ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ കൊടുക്കാം. ആഡ് ഫോട്ടോ, അപ്ലോഡ്, ഫോട്ടോ വന്നു കഴിഞ്ഞു. പിന്നെ ഓരോ വർക്കും ചെയ്തിട്ട് സേവ് ചെയ്തിടുക. അപ്പോൾ ഓരോ മെമ്പർക്കും പാർട്ട്ണറെ ആഡ് ചെയ്യാം,
ബ്രദർ സിസ്റ്റർ ആഡ് ചെയ്യാം, ചൈൽഡ് ആഡ് ചെയ്യാം, സെക്കൻഡ് പാരൻസ്, അത് നമുക്ക് വലിയ ആവശ്യമില്ല. ചേഞ്ച് ഓർ ഡിലീറ്റ്, ഇത്രയും ഓപ്ഷൻസ് ആണ് ഉള്ളത്. ഇനി പറയാനുള്ളത് ഈ താഴെയുള്ള മെനു ആണ്. ഓപ്ഷൻസ് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, കൂടുതലൊന്നും ചെയ്യാനില്ല അവിടെ. പിന്നെ ഏതൊക്കെ ഡിസ്പ്ലേ ചെയ്യണം എന്നൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഓപ്ഷൻ. പിന്നെ പ്രിന്റ് ചെയ്യാം. പ്രിന്റ് ചെയ്യുന്ന സമയത്ത് ഡൗൺലോഡ് PDF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് PDF ആയിട്ട് കിട്ടിക്കഴിഞ്ഞു. നമുക്ക് PDF ആണെങ്കിൽ നമുക്ക് മൊബൈലിൽ നിന്നും ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇത് മുഴുവനായിട്ട് വന്നിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണോ സ്ക്രീനുള്ളത് അതുമാതിരി തന്നെയാണ് വരിക. അപ്പോൾ കൂടുതൽ കിട്ടണം എന്നുണ്ടെങ്കിൽ മുഴുവനും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, ഇവിടെ ചൈൽഡിനെ കിട്ടിയില്ല. അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്തിട്ട് എങ്ങനെയാണോ സ്ക്രീൻ ഉള്ളത് അതുമാതിരി ആയിരിക്കും PDF വരുന്നത്. നമുക്ക് വേണ്ട ഭാഗങ്ങൾ മാത്രം ക്ലിക്ക് ചെയ്ത് ഏറ്റവും വ്യക്തമായി കാണാവുന്ന രീതിയിലേക്ക് ഡിസ്പ്ലേ കൊണ്ടുവന്നിട്ട് വേണം എക്സ്പോർട്ട് ചെയ്യാൻ. പിന്നെ പല ഓപ്ഷൻസും ഉണ്ട്, ഞാൻ കൂടുതൽ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. ഇത് വലുതായി കാണാൻ വേണ്ടിയിട്ടുള്ള മാഗ്നിഫയർ ആണ്. അപ്പോൾ ഒരുവിധം ഒരു ധാരണ ഇതിനെ പറ്റിയിട്ട് കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ ബന്ധപ്പെടാവുന്നതാണ്.